നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും TOD ബില്ലിംഗ്. എന്താണ് TOD ബില്ലിംഗ്? മൈസെൽഫ് ജോയൽ സുബുലിക്കൻ, ജോയിന്റ് ഇൻഫ്രാ സൊല്യൂഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു 250 യൂണിറ്റ്സിന് മുകളിൽ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സിനാണ് നമുക്ക് അറ്റ് പ്രസന്റ് ഇപ്പോൾ TOD ബില്ലിംഗ് വരുന്നത്. എന്താണ് TOD ബില്ലിംഗ്? നമുക്കത് നോക്കാം. നമ്മുടെ ടോട്ടൽ 24 hours നമ്മൾ 3 ടൈം സോൺ ആയിട്ടാണ് തിരിക്കുന്നത്: നോർമൽ, പീക്ക്, ഓഫ് പീക്ക്. നമുക്ക് നോർമൽ ടൈമിംഗ് വരുന്ന നമുക്ക് കാലത്ത് 6 മണി തൊട്ട് ഈവനിങ് 6 മണി വരെയാണ് നോർമൽ ടൈം വരുന്നത്. അതുപോലെ തന്നെ പീക്ക് ടൈം വരുന്നത് വൈകിട്ട് 6 മണി തൊട്ട് 10 മണി വരെയുള്ള ടൈമിനെയാണ് പീക്ക് ടൈം വരുന്നത്. ആഫ്റ്റർ ദാറ്റ് 10 മണി തൊട്ട് പിറ്റേ ദിവസം 6 മണി വരെ വരുന്നതിനാണ് ഓഫ് പീക്ക് ടൈം വരുന്നത്. ഈ മൂന്നിനും ഡിഫറെന്റ് താരിഫ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് TOD മീറ്ററിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ നോർമൽ ടൈമിൽ, അതായത് മോർണിംഗ് 6 ടു ഈവനിങ് 6 വരെ യൂസ് ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് 9 രൂപയുടെ 90% പേ ചെയ്യേണ്ടി വരും. നമുക്ക് പീക്ക് ടൈമിന് എങ്ങനെയാ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 9 രൂപയുടെ 125% നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഓഫ് പീക്കിന് വരുന്ന നമ്മുടെ ആഫ്റ്റർ 10 മണി തൊട്ട് പിറ്റേ ദിവസം 6 മണി വരെ യൂസ് ചെയ്യുന്ന കറണ്ടിന് നമ്മൾ പേ ചെയ്യേണ്ടത് 100%. അതായത് 9 രൂപയുടെ 100% എന്ന് പറയുമ്പോൾ 9 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ നോക്കിയതെന്ന് പറഞ്ഞാൽ നോർമൽ വിത്തൗട്ട് സോളാർ ചെയ്യാത്തവരുടെ ബില്ലിംഗ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോളാർ ചെയ്താൽ എന്താണ് നമുക്ക് ബെനിഫിറ്റ്? നമുക്ക് സോളാറിൽ നമ്മൾ എത്ര യൂണിറ്റ് ആണ് എക്സ്പോർട്ട് ചെയ്തത് നോക്കും. അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നോർമൽ ടൈമിൽ യൂസ് ചെയ്ത കറണ്ടാണ് കുറയ്ക്കുക. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പീക്ക് ടൈമിൽ യൂസ് ചെയ്ത കറണ്ട് കുറയ്ക്കും. ഏറ്റവും അവസാനമാണ് നമ്മൾ ഓഫ് പീക്ക് ടൈമിൽ യൂസ് ചെയ്ത കറണ്ട് കുറയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത കറണ്ടും ഇമ്പോർട്ട് ചെയ്ത കറണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ആ മന്തിലത്തെ ബില്ലും നമുക്ക് ആ ഒരു എനർജി ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് കൂടുതലാണ്, കറണ്ട് കൂടുതലാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബാങ്ക് യൂണിറ്റ്സിലേക്ക് നമുക്ക് കയറി വരും. അതല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കറണ്ട് കൂടുതലാണ്, എന്നാൽ നമുക്ക് പ്രൊഡക്ഷൻ നടന്നിട്ടുള്ള കറണ്ട് കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനത്തെ, അതായത് ഓഫ് പീക്ക് ടൈമിൽ യൂസ് ചെയ്ത കറണ്ടിന്റെ താരിഫ് ആയിരിക്കും നമുക്ക് ബില്ലായിട്ട് വരാം. അതായത് 9 രൂപയായിരിക്കും നമുക്ക് ആ ബാലൻസ് വരുന്ന കറണ്ടിന് നമ്മൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് സോളാറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തിനെക്കുറിച്ചും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം. ഇപ്പോൾ എനിക്കറിയുന്നതാണെങ്കിൽ എനിക്ക് അപ്പോൾ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അതല്ല എനിക്കറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന സോഴ്സിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം.